SB ഇലക്ട്രോണിക്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വീട്ടിലേക്ക് ഒരു 5-in-1 അതല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ, സ്റ്റീരിയോ ആംപ്ലിഫയർ ഇവ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളിതിനകത്ത് വാട്ട്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിടെയാണിത് ഫിറ്റ് ചെയ്യുന്നത് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓരോ റൂമിനും വീടിനും പ്രത്യേകതയുണ്ട്. ഉദാഹരണമായി നിങ്ങളിപ്പോൾ ഒരു ഓടിട്ട വീട്ടിലാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ അതേ സെറ്റ് മറ്റൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ആ ഇഫക്റ്റ് ആയിരിക്കില്ല. അതേ സിസ്റ്റം തന്നെ മുറ്റത്ത് ഒരു ഓപ്പൺ എയറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും വ്യത്യാസം കാണും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഒരു ആംപ്ലിഫയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടത് ഏത് സ്ഥലത്താണ് എന്ന് അറിഞ്ഞ് അതിനനുയോജ്യമായ ഒരു ആംപ്ലിഫയറും അതിൻ്റെ ടോൺ സിസ്റ്റവും സ്പീക്കർ സിസ്റ്റവും തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു 100+100 100+100 വാട്ടിൻ്റെ ആംപ്ലിഫയർ ആണ്. TDA 7294. ഇത് ഈസിലി അവൈലബിൾ ആണ്. അധികം വാട്ട്സ് ആണോന്ന് ചോദിച്ചാൽ അധികമല്ല, എന്നാൽ കുറവാണെന്ന് വെച്ചാൽ കുറവല്ല. ഒരു സാധാരണക്കാർക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്നത് ആംപ്ലിഫയർ ആണ്. പിന്നെ അടുത്തായി അതിൻ്റെ ടോൺ കൺട്രോൾ റെഡിമെയ്ഡ് LM1036N യൂസ് ചെയ്തിരിക്കുന്ന ഒരു IC ആണ്. അതിനകത്ത് കണക്ഷൻ കൊടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് എല്ലാം ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഔട്ട് എടുക്കുന്നതും പവർ സപ്ലൈ എല്ലാം കണക്റ്റേഴ്സാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കും. ഇൻക്ലൂഡിങ് നോബടക്കാണ് വരുന്നത്. കൂടാതെ അതിനകത്ത് NE5532P ഈ രണ്ട് ICയുടെ കോമ്പിനേഷനാണ്. ഉപയോഗിച്ച് നോക്കിയാൽ എനിക്കത് നല്ല ക്ലാരിറ്റിയോടുകൂടിയും നല്ല ഒരു ടോൺ കൺട്രോളായിട്ട് തോന്നി. ട്രിപ്പിൾ ബാസ് അതുപോലെ മിഡ് റേഞ്ച് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ 7294 ICയുടെ ബോർഡിനകത്ത് തന്നെ ആ സ്പീക്കറിൻ്റെ കണക്ഷൻ വളരെ അവർ ഒരു കമ്പിയൊക്കെ വെച്ച് നല്ല സ്ട്രോങ് ആയി കൊടുത്തിരിക്കുന്നത് ആംബിയർ കൂടുതൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും ആംബിയർ ഒഴുകുന്നാൽ നമ്മൾ കഴിയുമെങ്കിൽ കുറച്ചുകൂടെ കട്ടി കൂട്ടി കൊടുത്താൽ അത് നല്ലതായിരിക്കും. പിന്നെ കണക്ഷൻസും ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം കൃത്യമായി ബോർഡിനകത്ത് തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും സംശയമൊന്നും വരാൻ സാധ്യമല്ല. 40 വോൾട്ടാണ് അതിൻ്റെ പവർ സപ്ലൈ അവർ പറയുന്നതെങ്കിലും ഒരു 35 വരെ കൊടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ടോൺ കൺട്രോളിനും പ്രത്യേകിച്ച് അതിനകത്തേക്ക് പറഞ്ഞിരിക്കുന്ന 9 വോൾട്ട് അല്ലെങ്കിൽ അത് ഒരു റെഗുലേറ്റർ ICയോ എങ്ങാനും വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ ആംബിയറിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ 40 വോൾട്ടിൽ നിന്ന് തന്നെ റെഡ്യൂസ് ചെയ്ത് ഒരു റെക്ടിഫയർ ഡയോഡ് ഉപയോഗിച്ച് അതിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ടോൺ കൺട്രോൾ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് 4 സ്ക്രൂ ഉപയോഗിച്ച് അത് സ്ക്രൂ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. സർവീസിങ്ങും ഈസിയാണ്. ഒന്നാമത് കംപ്ലൈൻറ്റ് വരാറില്ല. ഒരു 2 വർഷത്തോളം യൂസ് ചെയ്തിട്ടും പലരും യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് നമുക്കിതിന് വേണ്ട പവർ സപ്ലൈ ആണ്. നിങ്ങളിപ്പോൾ വീട്ടിൽ ഒരു 500 VA ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു 500 VA ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ എടുത്തതിന് ശേഷം അതിൻ്റെ സെക്കൻഡറി വൈറ്റിംഗ് അഴിച്ച് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അതിൻ്റെ ടേൺസൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് 10 ആംബിയർ കിട്ടും. ഒരു 4 ഡയോഡ് റെക്ടിഫയർ ഡയോഡും 2 കപ്പ് ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പവർ സപ്ലൈ തയ്യാറായി കഴിഞ്ഞു. ഈ 3 കോമ്പിനേഷൻ കൂടി വെച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം നല്ലൊരു ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ ചെയ്തെടുക്കാം. അടുത്തത് സ്പീക്കേഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. സ്പീക്കർ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൂഫർ റബ്ബറൈസ്ഡ് വൂഫർ ആയിരിക്കാം. റബ്ബറൈസ്ഡ് മീൻസ് ആ സ്പീക്കറിൻ്റെ ചിത്രത്തിൽ കൊടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. സൈഡിൽ റബ്ബർ ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ സ്പീക്കേഴ്സിൻ്റെ മാഗ്നറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ കോൺ പേപ്പർ മാറ്റുന്നത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഡബിൾ മാഗ്നറ്റ് കിട്ടുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സ്പീക്കറിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി തോന്നുന്നതാണ്. ഇനി നിങ്ങൾക്ക് അധികം കോംപ്ലിക്കേഷനിൽ പോകാതെ സിമ്പിളായിട്ട് ചെയ്യുമെങ്കിൽ പൈനിയർ കമ്പനീൻ്റെ ഒരു എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് വൂഫർ, സബ് വൂഫർ കാണും, ട്വീറ്റർ കാണും, മിഡ് റേഞ്ച് കാണും. ഒക്കെ കാർ സ്റ്റീരിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതിനകത്തൊരു ലോ വോളിയത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പരമാവധി നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. എപ്പോഴും നമുക്ക് വേണ്ട ഒരു ടോൺ ക്വാളിറ്റിക്ക് ഡബിൾ വാട്ട്സ്, ഉദാഹരണമായി നമുക്ക് 50 വാട്ട്സ് ആണ് ആവശ്യമെങ്കിൽ എപ്പോഴും 100 വാട്ട്സ് ആംപ്ലിഫയർ തിരഞ്ഞെടുത്ത് അത് ലോ വോളിയത്തിൽ കേൾക്കുന്നതായിരിക്കും കേൾക്കാനൊരു ശബ്ദമാധുര്യം എന്ന് പറയുന്നത്.